ഹായ് ഡിയർ ഗേൾസ്, ട്രിപ്പിൾ മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്തതെല്ലാം വിട്ടേക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാൽ റീഡിങ്ങിലേക്ക് പോകാം. ബോട്ടം 5 ഓഫ് വൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത് ജഡ്ജ്മെൻ്റാണ്. അപ്പം ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ജഡ്ജ്മെൻ്റാണ് ഇവിടെ ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ബന്ധത്തിൽ യൂണിവേഴ്സ് നേരിട്ട് തന്നെ നിങ്ങൾക്കൊരു വിധി നടപ്പാക്കുവാണ്. ഇതാണ് ഇവിടെ ഈ റിലേഷൻഷിപ്പിൻ്റെ അകത്ത് ഒരു ട്രൂത്ത് ശരിയായ എന്താണ് എന്നുള്ളത് യൂണിവേഴ്സ് നേരിട്ട് നിങ്ങൾക്ക് നൽകുകയാണ്. നിങ്ങൾ യൂണിവേഴ്സിൻ്റെ പ്രിയപ്പെട്ടവരാണ്. അതാണ് യൂണിവേഴ്സ് നേരിട്ട് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളങ്ങനെ നിസ്സാരക്കാരല്ല, യൂണിവേഴ്സിനെ അടുത്തവരാണ്. രണ്ടുപേരും യൂണിവേഴ്സിനെ അടുത്തിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അനുഭവിച്ച വേദന യൂണിവേഴ്സ് മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളെ ഇടയിൽ ഇപ്പോൾ നിങ്ങൾ ഇവിടെ രണ്ടാമത്തെ കാർഡ് ആ വ്യക്തിക്ക് രണ്ട് സിറ്റുവേഷൻ ഉണ്ട് കാണിക്കുന്നതാണ്, 2 ഓഫ് സോഡ്. അപ്പം അതിൽ പെട്ടിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതാണ് ഇവിടെ മൊത്തം കാണുന്നത്. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അത്രയ്ക്ക് ഡീപ്പായ സ്നേഹമായിരുന്നു. മൂന്നാമത്തെ കാർഡ് ഏസ് ഓഫ് കപ്പാണ്. ആ വ്യക്തിയുടെ സ്നേഹമാണ് കാണിക്കുന്നത്. ആ വ്യക്തിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ. അറിയാലോ ഏസ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അപ്പം അങ്ങനത്തെ രണ്ടുപേരും സ്നേഹിച്ചത് കളങ്കമില്ലാത്ത സ്നേഹമാണ് രണ്ടുപേരും സ്നേഹിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങളെ മറ്റുള്ളവർ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അതിവിടെ കാണുന്നുണ്ട്. ആ വ്യക്തിക്ക് ഒന്നുകിൽ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ആ വ്യക്തിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന രണ്ട് സിറ്റുവേഷൻ ഉണ്ട്. അതങ്ങനെയാണ് നിങ്ങളിവിടെ തെറ്റിയിട്ട് കാണുന്നത്. അതാവുന്ന മൂന്നാമത്തെ കാർഡ് ഏസ് ഓഫ് കപ്പ്. ആ വ്യക്തിക്ക് ഒരു തരത്തിൽ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. ആ വ്യക്തിൻ്റെ ദിനചര്യ മൊത്തം താറുമാറായിട്ടേ ഉള്ളത്. അതാണ് അവസ്ഥ. അപ്പം ആ വ്യക്തിക്ക് നിങ്ങളെ ഒന്ന് കണ്ടാൽ മതി, അത്രക്കും കാണാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിങ്ങളുടെ കാർഡ് കാണിക്കുന്നത് കേട്ടോ. അപ്പം ആ വ്യക്തിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ആ വ്യക്തിക്കൊന്നും, ആ വ്യക്തിയുടെ ദിനചര്യയെ നടക്കുന്നില്ല. ആ വ്യക്തിക്ക് ഈ ബന്ധം തിരിച്ചു പിടിക്കണം. നിങ്ങളെ രണ്ടാക്കി മാറ്റിയിട്ടുണ്ട്. സ്ട്രോങ് ആയിട്ട് ഈ ബന്ധം തിരിച്ചു പിടിക്കണം എന്നാണ് ആ വ്യക്തിയുടെ തീരുമാനം. ആ വ്യക്തിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ വ്യക്തി എല്ലാം മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് ഈ പ്രശ്നം പരിഹരിച്ച്. സ്വപ്നങ്ങളിൽ നിങ്ങൾ മാത്രമാണ് ആ വ്യക്തിക്ക് ക്യൂൺ ഓഫ് പെൻറ്റിക്കൽ കിട്ടിയിട്ടുണ്ട്. ആ വ്യക്തി നിങ്ങളീ സ്വപ്നം കണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത്. ക്യൂൺ ഓഫ് പെൻറ്റിക്കൽ മടിയിൽ വെച്ചിരിക്കുന്നത്, അത്രയും നിങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നിൽക്കുന്നത്. അപ്പം വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് നിങ്ങൾ രണ്ടുപേരും കടന്നു പോകുന്നതാണ് ഞാനിവിടെ കാണുന്നത് കേട്ടോ. രണ്ടുപേരും രാത്രി എഴുന്നേറ്റിരുന്ന് പൊട്ടിക്കറിയുന്ന അവസ്ഥയാണ്. നിങ്ങളെ തമ്മിൽ അത്രയും ഡീപ്പായിട്ട് നിങ്ങൾ സ്നേഹിച്ച് നിങ്ങളെ രണ്ടാക്കി മാറ്റിയിട്ടുണ്ട്. രണ്ടുപേരും അൺകണ്ടീഷണലി സ്നേഹമാണ് കൊടുത്തത് രണ്ടുപേർക്കും. അതുകൊണ്ട് തന്നെ ഓർക്കുമ്പം രണ്ടുപേരുടെയും കണ്ണ് നനയും. അതാണ് സംഭവം. വെറുതെ ഇരിക്കുമ്പം പബ്ലിക്കിൽ നിന്നായാലും രണ്ടുപേരുടെ കണ്ണ് പെട്ടെന്ന് അങ്ങ് നനഞ്ഞു പോകും. അതുപോലത്തെ സ്നേഹമാണ് തമ്മിൽ കൊടുത്തുകൊണ്ടിരുന്നതെന്ന് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളെ അറിയാതെ ആ വ്യക്തി വന്ന് കാണുന്നുണ്ട്. ആ വ്യക്തിക്ക് കാണാതിരിക്കാൻ പറ്റൂല. അത്ര മാത്രം നിങ്ങൾ ഡീപ്പാണ്. തിരികെ നേടാൻ വേണ്ടി ഒരുപാട് ആ വ്യക്തി പല കാര്യവും ചെയ്യുന്നുണ്ട്. ആഴത്തിൽ ആ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെ തിരികെ കിട്ടണം. ആരും കാണാതെയാണ്. ലേഡീസ് കരയും പോലെ ജെൻസ് അങ്ങനെ കരയില്ല. ആരും കാണാതെ കരയുന്ന ആ വ്യക്തി. നിങ്ങൾ രണ്ടുപേരും പൊട്ടിക്കരഞ്ഞു പോകുന്നൊരവസ്ഥ. അങ്ങനെ നിങ്ങളെ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതാണ് ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ട്. നിങ്ങൾ കൊടുത്ത സ്നേഹം എന്താണോ അത് അതിൻ്റെ ആഴം ആരെ മനസ്സിലാക്കുന്ന യൂണിവേഴ്സാണ്. ജഡ്ജ്മെൻറ്റ് യൂണിവേഴ്സ് നേരിട്ട് വന്ന് അതിൻ്റെ ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടും.
അത് ഉറപ്പാണ്, ഇവിടെ ഇങ്ങോട്ട് കാണുന്നുണ്ട്. അപ്പം ആ വ്യക്തിക്ക് നിങ്ങളുടെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ അവരെ മനസ്സ് മുറിവേൽപ്പിക്കുമായിരുന്നു. അത്രമാത്രം നിങ്ങളുടെ ഓർമ്മകളിൽ ആ വ്യക്തിയുടെ മനസ്സ് മുറിഞ്ഞു പോകുന്നൊരവസ്ഥയാണ്. അത്രയും ഡീപ്പായൊരു സ്നേഹമാണ് അവർക്ക്. നിങ്ങളെ ഒന്ന് തിരിച്ചു കിട്ടണം, അതുതന്നെ. സ്ട്രോങ് ആയിട്ട് ഈ ബന്ധം തിരിച്ചു കൊണ്ടുവരണം. അതിനുള്ള പണിയാണ് ആ വ്യക്തി എടുക്കുന്നത്. ആ വ്യക്തിക്ക് ഒരു തരത്തിലും മാനസികമായിട്ട് നിങ്ങളെ ഇല്ലാതെ പറ്റാത്തൊരവസ്ഥയാണ്. നിങ്ങളെ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ പ്രാർത്ഥനയും എല്ലാം ചെയ്യുന്നുണ്ട്. ഒരു വെമ്പുന്ന മനസ്സുമായിട്ട് ആണ് ആ വ്യക്തിനെ ഇവിടെ കാണുന്നത് കേട്ടോ. വിതുമ്പിപ്പോകുന്നൊരു മനസ്സ്. ഡിവൈൻ ടൈം ആകുമ്പോൾ നിങ്ങൾ ഒന്നിക്കുക തന്നെ ചെയ്യും. അതാണ് വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട് കേട്ടോ. വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഡിവൈൻ ടൈമിൽ നിങ്ങളെ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് യൂണിവേഴ്സ് തന്നെ തന്നതായിരിക്കും. അപ്പം ആ സമയത്താണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് അടുക്കുക. ആ ഒരു യൂണിവേഴ്സുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിപ്പിക്കും രണ്ടുപേരും. ഇങ്ങനത്തെ ശരിയായ ഹൃദയം പൊടിയുന്ന വേദന വരുമ്പോൾ നമ്മൾ എവിടെ എത്തുക? യൂണിവേഴ്സിൻ്റെ ഒരു കാലിലെത്തും, രണ്ടുപേരും എത്തും. അങ്ങനെയാണ് ഉള്ളത്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. പിന്നെ വിധിപ്രകാരമുള്ള ഡെസ്റ്റിനിയിലുള്ള വ്യക്തിയാണ്. അതാണ് നമ്മൾ ഒരു ഭയങ്കര ഡീപ്പായിട്ട് അങ്ങനെ എന്താ പറയുക, ഹൃദയം നുറുങ്ങുന്ന വേദന രണ്ടുപേരും അനുഭവിക്കാനും. രണ്ടുപേർക്കും പറ്റുന്നില്ല. രണ്ടുപേരും എന്തെങ്കിലും ഒരു കാരണം ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. ആ വ്യക്തിക്ക് രണ്ട് ചോയ്സ് ഇവിടെ കാണുന്നുണ്ട്. ഒന്നുകിൽ അച്ഛനും അമ്മയും സമ്മതിക്കുന്നുണ്ടാവില്ല നമ്മളെ ബന്ധം, പക്ഷേ നിങ്ങൾ തമ്മിൽ ഒന്ന് ചേരേണ്ടവരാണ്. ഇത് ഡെസ്റ്റിനിയിലുള്ള വ്യക്തിയാണ്. വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. ഡെസ്റ്റിനിയിലുള്ള വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയും പിരിയാനോ മറിച്ച് ചിന്തിക്കാനോ ഒന്നും പറ്റില്ല. അപ്പം അടുത്തത് 9 ഓഫ് പെൻറ്റിക്കലാണ്. 9 ഓഫ് പെൻറ്റിക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് എല്ലാം സ്വന്തമായിട്ടെല്ലാം ചെയ്യാനുള്ള പവറും എല്ലാം ഇതുള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തിക്ക്. അടുത്തത് 4 ഓഫ് കപ്പാണ്. 4 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. 4 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് മറ്റുള്ള മുന്നിൽ വരുന്ന കാര്യങ്ങളോ ഒന്നും ആ വ്യക്തിക്ക് കാണാൻ പോലും പറ്റുന്നില്ല. അത്രമാത്രം ആ വ്യക്തി ദുഃഖത്തിലാണ്. നിങ്ങൾ കഴിഞ്ഞ ആ ഒരു സന്തോഷകരമായ ഓർമ്മകളിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് 4 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ. ഏതോ ലോകത്തിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന നിങ്ങളൊന്നിച്ചു പോയ സ്ഥലങ്ങൾ, നിങ്ങൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ, നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ സ്നേഹം, നിങ്ങളുടെ ആയ ബോഡി ലാംഗ്വേജ് എല്ലാം ആ വ്യക്തി ഇങ്ങനെ ഓർത്തിട്ട് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഏതോ ലോകത്തെ മുഴുകിയിരിക്കുന്നതെന്ന് എല്ലാം കൊണ്ടും പെട്ടുപോയി. ഞാനിങ്ങനെ വേദനയിൽ ഇങ്ങനെ ദിവസം കഴിക്കാൻ പറ്റുന്നില്ല. ഇനി സ്നേഹവുമായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള പേടിയുണ്ട്. അങ്ങനത്തെ എല്ലാ പേടിയായിട്ടാണ് ആ വ്യക്തി. ഇമോഷണലി നിങ്ങളെ തിരിച്ചെടുക്കണം എന്ന് തന്നെയാണ് ആ വ്യക്തി. ഈ നോ കോണ്ടാക്റ്റ് വളരെ ആ വ്യക്തി ഡൗൺ ആയിപ്പോയി, അത്രക്ക് മിസ് ചെയ്യുന്നു. അതാണ് ഈ 4 ഓഫ് കപ്പ് പറയുന്നത്. അടുത്തത് 8 ഓഫ് കപ്പാണ്. 8 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ മൂവ് ഓൺ ആവോ, നിങ്ങൾ മൂവ് ഓൺ ആയി പോവോ, അപ്പോഴേക്ക് ഞാൻ വരുമ്പോഴത്തേക്ക് നിങ്ങളെ മറ്റാരെങ്കിലും സ്വന്തമാക്കുമോ ഒന്നൊക്കെയുള്ള ഭയമാണ് 8 ഓഫ് കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും മൂവ് ഓൺ ആയി പോകുമെന്നുള്ള ഭയമുണ്ട്. നിങ്ങൾ ആ വ്യക്തിനെ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചിരുന്നെങ്കിൽ നിന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു എങ്ങനെയെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോയെന്ന്, ഇങ്ങനെയെല്ലാം സംഭവിച്ചാൽ ആ വ്യക്തി അങ്ങേയറ്റം പശ്ചാത്തപിക്കുന്നു. ഈ ബന്ധങ്ങളിൽ നിന്ന് മൂവ് ഓൺ ആയി പോവോ, നമ്മൾ സെപ്പറേറ്റ് ആയി പോവോ, നമ്മൾ എന്നേക്കും സെപ്പറേറ്റ് ആയി പോവോ എന്നെല്ലാം ഭയമാണ് ഈ 8 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ. ഒരു മരവിച്ച അവസ്ഥ, ഒരു ഒറ്റപ്പെടൽ, എല്ലാം കൂടി ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നു ആ വ്യക്തി. അടുത്തതും അങ്ങനെ തന്നെ 3 കപ്പ് ഒരുപോലെ. ആ വ്യക്തിയുടെ സിറ്റുവേഷനാണല്ലോ നമ്മൾ നോക്കുന്ന ടോപ്പിക്ക്. അപ്പം ആ വ്യക്തിയുടെ സിറ്റുവേഷൻ ഇതാണ് കേട്ടോ. വളരെ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് 4 ഓഫ് കപ്പ്. ആ വ്യക്തി നിങ്ങളുമായിട്ട് കഴിഞ്ഞു പോയ ആയ ഇതിൽ മാത്രം മുഴുകിയിരിക്കുന്ന വ്യക്തി കേട്ടോ. അപ്പുറം ഇപ്പുറം എല്ലാം കപ്പുമായിട്ട് ആൾക്കാരുണ്ട്, പക്ഷേ ആ വ്യക്തി അതൊന്നും നോക്കുന്നില്ല. അടുത്ത കപ്പ് എന്ന് പറഞ്ഞാൽ 8 ഓഫ് കപ്പ്. മൂവ് ഓൺ ആയി പോവോ എന്നുള്ള പേടിയാണ്. ഇനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മൂവ് ഓൺ ആയി പോകുന്നുള്ള ഭയം. അടുത്തത് കിട്ടിയിരിക്കുന്നത് 5 ഓഫ് കപ്പാണ്. അതും അങ്ങനെ തന്നെ വളരെ ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അയാളെ അപ്പുറം ഇപ്പുറം ഒക്കെ കപ്പുണ്ട്, പക്ഷേ ആ വ്യക്തി അതൊന്നും കാണുന്നില്ല. ആ വ്യക്തിക്ക് അതൊന്നും കാണണ്ട. ആ വ്യക്തി നിങ്ങളുമായിട്ട് കഴിഞ്ഞ ആ ലോകത്തിൽ അങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ്. എനിക്ക് ആ ഓർമ്മകളിൽ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് കുറച്ചെങ്കിലും സമാധാനം കിട്ടുക എന്ന് പറഞ്ഞിട്ടാണ് ആ വ്യക്തി ആ ലോകത്തിൽ അങ്ങനെ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ കാണുന്നത് നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് ദുഃഖത്തിൻ്റെ ആഴത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തി, ആ ദുഃഖത്തിൽ സുഖം കണ്ടെത്തുന്ന വ്യക്തി. മറ്റാരെയും എനിക്ക് കാണുകയോ വേണ്ടാന്ന് പറഞ്ഞിട്ട് താഴോട്ട് നോക്കി ദുഃഖിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത്. ഒരു ദുഃഖത്തിൻ്റെ ഒരു പ്രതീകമാണ് ഞാനെന്ന് പറഞ്ഞിട്ട്
അത്രക്കുള്ളൊരു ദുഃഖവേദന അനുഭവിക്കുന്നത്. അതാണ് 3 കാർഡും അങ്ങനെ തന്നെ കാണുന്നത്. അടുത്തത് വരുന്നതാണ് ദി എംബറസ്. ആ വ്യക്തി ഒരു എംബറസ് ആണ്. ആ വ്യക്തിയുടെ എംബറസ് ആണ് നിങ്ങൾ. എംബറസ് അടുത്ത വരുന്നുണ്ട്. അപ്പോൾ എന്താണ് എംബറസ് എന്ന് പറഞ്ഞാൽ? നിങ്ങളുടെ ബന്ധം എന്ന് പറഞ്ഞാൽ നിസ്സാര ബന്ധമല്ല. നിങ്ങൾ ഒന്നിക്ക് ട്വിന്നാവാം, അല്ലെങ്കിൽ സോൾമേറ്റ് ആവാം. ഇതൊരു യൂണിവേഴ്സ് തന്നെ നേരിട്ട് നിങ്ങളെ തന്ന കൂട്ടിച്ചേർത്തൊരു ബന്ധമാണ്. അതാണ് ഈ ഇത്രയും ഡീപ്പായ വേദന അനുഭവിക്കുന്നത്. ആ വ്യക്തിക്ക് നിങ്ങൾ കൊടുത്ത സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു മാതൃത്വം പോലത്തെ ഒരു സ്നേഹമാണ്, ഒരു കണ്ടീഷനും ഇല്ലാത്ത സ്നേഹമാണ്, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇത് വരുവാന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ലൈഫാണ് ഇനി നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റിലൂടെ യൂണിവേഴ്സ് നിങ്ങളെ വീണ്ടും ചേർപ്പിച്ച് ആക്കാനാണ് വരുന്നത്. ഇതേപോലത്തെ ഒരു സ്നേഹമാണ് വരിക. എല്ലാം ഈ നിങ്ങളും രണ്ടുപേരും ഒത്തുപെട്ടാൽ പിന്നെ ഒത്തുചേർന്നാൽ പിന്നെ എല്ലാ സമൃദ്ധിയും, മാനസികമായ ബാലൻസ്, ധനം, അബണ്ടൻസ്, സെൽഫ് ഗ്രോത്ത് എല്ലാവരും ഈ എംബറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഒരാൾക്ക് അബണ്ടൻസ് ഉണ്ടാവും. ഒരാൾ രണ്ടുപേരും ചെന്ന് കഴിഞ്ഞാൽ രണ്ടുപേർക്കും അബണ്ടൻസ് ആണ് വന്നുകൊണ്ടേയിരിക്കുക. എല്ലാ ബ്ലെസ്സിങ്ങും എന്താണെന്ന് വെച്ചാൽ അതൊരു സോൾ കണക്ഷനാണ്. ഇതുകൊണ്ടാണത് അൺകണ്ടീഷണലി ലവ് ആണ്. യേശുവൊക്കെ വന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ തമ്മിൽ ഒരിക്കലും വിട്ടുപോകേണ്ടവരല്ല. നിങ്ങൾ കൊടുത്ത സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കിയിട്ടാണ് തമ്മാമിൽ രണ്ടുപേരും ഇങ്ങോട്ട് കിട്ടിയ സ്നേഹം ഓർത്തിട്ട് അങ്ങനെ വിഷമിക്കാൻ യൂണിവേഴ്സ് തന്നൊരു ചാൻസ് ആണെന്നാണ് എനിക്കിവിടെ കാണുന്നത്. അവരെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് രണ്ടുപേരും അതില്ലാതെ പറ്റില്ല എന്നുള്ള പറഞ്ഞ് അങ്ങനെ വേദനിച്ചിട്ടുള്ളൊരു സ്നേഹം, അതാണ് ആ വ്യക്തിയുടെ സിറ്റുവേഷൻ ഞാൻ നോക്കിയതാണ്. അതെന്ന് പറഞ്ഞാൽ വേദനയിലുള്ള എന്താ പറയുക, വേദനയോട് കൂടിയുള്ള ഒരു സ്നേഹം. അതിനും ഒരു സുഖമുണ്ടല്ലോ, വേദനയുടെ സുഖമായൊരു സ്നേഹമാണ് ഞാനിവിടെ കാണുന്നത് കേട്ടോ. അടുത്തത് ബോട്ടം വന്നിരിക്കുന്നത് എന്താണ്? 5 ഓഫ് വാൻസ് ആണ്. അത് മനസ്സിലങ്ങനെ സംഘർഷം, രണ്ടുപേരുടെ മനസ്സിലും എന്താവും ഇങ്ങനെ എന്നുള്ള ഒരു സംഘർഷമാണ് ഇവിടെ കാണുന്നത് കേട്ടോ. വളരെ സ്നേഹത്തിൻ്റെ ദുഃഖമാണ് ഇവിടെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിൻ്റെ ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. രണ്ടും മേജർ ആർക്കാന കാർഡുകളാണ്. യൂണിവേഴ്സ് നേരിട്ടിട്ട് തന്നെ ചെയ്യുന്നതാണ്. അത് നമ്മളെ കൈകളിലല്ല, അതങ്ങ് മേലെയുള്ള യൂണിവേഴ്സിൻ്റെ കൈകളിലാണ് ആ 2 കാർഡും പറയുന്നത്. 2 അല്ല 3 മേജർ ആർക്കാന കാർഡുണ്ട് കേട്ടോ. അപ്പം യൂണിവേഴ്സ് തന്നെ വേദനിച്ചാലും അപ്പം വേദനയോടുകൂടെ എന്താ ചെയ്യുന്നത്? നല്ല യൂണിവേഴ്സിലേക്ക് അടുക്കുക ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേരും അമ്പലങ്ങളിൽ പോകുക, പ്രാർത്ഥിക്കുക, അതൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. രണ്ടാളും തമ്മാമിൽ നേടാൻ വേണ്ടിയിട്ട് ഉള്ള വളരെ കൂടുതൽ അടുക്കുന്നതാണ് യൂണിവേഴ്സിൽ. അതിനു വേണ്ടി തന്നെയാണ് ഈ യൂണിവേഴ്സ് ഇത് തന്നിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. വേറെ തേർഡ് പാർട്ടീൻ്റെ ഒന്നും കാർഡൊന്നും കിട്ടിയിട്ടില്ല. ബാക്കി വേദന അനുഭവിക്കുന്നുണ്ട്. ഒന്നുകിൽ ഇത് ഈ 2 ഓഫ് സോഡ് കണ്ടത് ചിലപ്പം അച്ഛനും അമ്മയോ സമ്മതിക്കാതെയോ അങ്ങനെയായിട്ടും നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ആക്കിയതാവാനാണ് ചാൻസ്. അപ്പം രണ്ടുപേരും കുടുങ്ങിപ്പോയ അവസ്ഥയാണ് നമ്മൾ ഇങ്ങനെ ആയതിൽ. നിങ്ങൾ ഒരാൾ ഇവിടുന്ന് ചിന്തിക്കുമ്പോൾ മറ്റേ ആൾ അങ്ങനെ ചിന്തിക്കുന്ന, ഒരാളിങ്ങനെ പൊട്ടിക്കരയുമ്പോൾ മറ്റേ ആൾ അങ്ങനെ പൊട്ടിക്കരയുന്നത്. ഒരു യാത്ര ചെയ്യുമ്പോൾ ആണെങ്കിൽ ഒരു കണ്ണ് നനഞ്ഞു പോകുന്നത്, അവൻ പിന്നെ ഒരു സാമ്യമുള്ളൊരു വ്യക്തിയെ കാണുമ്പോൾ അതാണോ എന്ന് ചിന്തിച്ചിട്ട് കണ്ണ് നനഞ്ഞു പോകുന്നൊരവസ്ഥ. അതാണ് ഞാനിവിടെ കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്തിട്ടും ആ വ്യക്തി വരുന്നുണ്ട്. ആ വ്യക്തിക്ക് ഇല്ലാതെ പറ്റില്ല. എന്നാ പറയണ്ടേ, അത്രമാത്രം രണ്ടുപേരും കുടുങ്ങിപ്പോയ അവസ്ഥയിലാണുള്ളത്. എന്ത് പ്രശ്നം വന്നാലും നേടും എന്ന് പറഞ്ഞിട്ടാണ് ആ വ്യക്തി വരുന്നത്. അവരുടെ രണ്ടുപേരുടെയും മനസ്സിൻ്റെ ആഴത്തിൽ അങ്ങനെ പതിഞ്ഞു കിടക്കുക. പിന്നെ എന്താ ചെയ്യുക? അപ്പം രണ്ടുപേരുടെ മനസ്സിലും അങ്ങനെ സംഘർഷം നടക്കുന്നുണ്ട്. 5 ഓഫ് വാൻസ് വന്നത് അതാണ്. രണ്ടുപേരുടെ അവസ്ഥയാണിത് കേട്ടോ. ഒരു തരത്തിലും ഉറങ്ങാൻ പറ്റണില്ല, ഫുഡ് കഴിക്കാൻ പറ്റണില്ല, ദിനചര്യ ഒന്നുമില്ല. അതാണ് അവസ്ഥ കേട്ടോ. അത്ര കണ്ട് തകർന്നിട്ടുള്ളത്. ഇതെല്ലാം വേദനേൻ്റെ കാർഡുകളാണ് മൊത്തം വന്നിരിക്കുന്നത്. ആ വ്യക്തിയുടെ സിറ്റുവേഷൻ ചോദിച്ച് നോക്കുമ്പോൾ കുട്ടികൾക്ക് 4 ഓഫ് കപ്പ്, 8 ഓഫ് കപ്പ്, 5 ഓഫ് കപ്പ്, ഇതാണ് 9 ഓഫ് സോഡ്. അപ്പോൾ സിറ്റുവേഷൻ മനസ്സിലായല്ലോ. ഇതാണ് ആ വ്യക്തിയുടെ സിറ്റുവേഷൻ കേട്ടോ. നല്ല രസമുണ്ട്. ഇത് സങ്കടപ്പെട്ടാലും കുഴപ്പമില്ല, നല്ല സ്നേഹത്തിൻ്റെ സങ്കടമാണ്. അതുകൊണ്ട് കുറച്ച് സഹിച്ചോളൂ കേട്ടോ. അപ്പം ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഹീൽ നൗ. ഇപ്പോൾ എനിക്ക് സുഖം പ്രാപിക്കാൻ സമയം, ഇതിലെല്ലാം മുറിവെല്ലാം ഉണങ്ങാൻ സമയമായിരുന്നു, ഹീലാവാം.
റീപ്ലേ അവർ കൺവെർസേഷൻ ഓവർ ആൻഡ് ഓവർ. നമ്മൾ സംസാരിച്ച കാര്യം ഞാൻ വീണ്ടും വീണ്ടും ഓർക്കാറുണ്ട്. ഐ ഫീൽ യു ഈവൻ ദോ വി ആർ അപ്പാർട്ട്. നമ്മൾ വേർപിരിഞ്ഞാലും എനിക്ക് നിന്നെ ഓർമ്മ വരാം. യു സ്പീക്ക് ടു മീ ത്രൂ മ്യൂസിക്. സംഗീതത്തിലൂടെ ഞാൻ സംസാരിക്കുന്നു. ഐ നോ ഐ മിസ്ഡ് എവറിത്തിങ്. എല്ലാം ഞാൻ നശിപ്പിച്ചു എന്ന് എനിക്കറിയാം. ഐ ലുക്ക് ഫോർ യു എവരിവെയർ. ഞാൻ നിന്നെ എല്ലായിടത്തും തിരയുന്നു. എല്ലാവർക്കും ആർ. എഫ്. എസ് ആലപ്പുഴ. എൻ ഇടുക്കി. ഒ കൊല്ലം. എം തൃശ്ശൂർ. ജി മലപ്പുറം. സി വയനാട്. എച്ച് പാലക്കാട്. പി എ കാസർഗോഡ്. ഡി കണ്ണൂർ. യു തിരുവനന്തപുരം. ഐ കൊല്ലം. കെ ഡി കോഴിക്കോട്. ഇത് ആർക്കെല്ലാം റെസനേറ്റ് ആവുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ.